അതിന്റെ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവളുടെ കാമുകൻ അവിടെ ഈ മയക്കുമരുന്നിന്റെ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട്. നല്ല പെൺകുട്ടി, അവളുടെ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവളുടെ കാമുകൻ അവിടെ ഫോണിൽ പൊടി ലൈൻസ് ഒക്കെ ഇട്ടിട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പം അവള് പുണ്യവതി. ഇവരുടെയൊക്കെ കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ ഡെയിലി ഡ്രിങ്ക്സിലും ഇവൻ പച്ചവെള്ളത്തിൽ പോയി ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവിടെ ഇതുപോലെ പെട്ടെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കള്ളിലും കഞ്ചാവിലും മയക്കുമരുന്നിലൊക്കെ അടിമയാക്കി ഇട്ടവരും ഉണ്ട്. ഈ മഞ്ജിമ എന്ന് പറയുന്ന അവള് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു അവളുടെ ഫോണിൽ നിന്ന്. ഡ്രഗ്സ് എല്ലാം എത്തിക്കുന്ന ഒരു CID എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മെഹറൂഫ് എന്ന് പറഞ്ഞിട്ട്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും വളരെ സീരിയസ് ആയിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ന്യൂസ് ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് മോഡലുകളാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന എന്ന് പറയുന്നൊരു പെൺകുട്ടിയും സിന്ധു എന്ന് പറയുന്നൊരു പെൺകുട്ടിയും മറ്റേതോ ഒരു പെൺകുട്ടിയും കൂടെ ചേർന്നിട്ട് കുറച്ച് ആളുകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു, ഉപയോഗിച്ചു. അതിനുശേഷം അവരെ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പല ആളുകൾക്കും കൊണ്ട് കാഴ്ചവെച്ചു. അതായത് ആൾ കടത്തൽ എന്ന രീതിയിലൊക്കെയാണ് വരുന്നത്, മോഡലാക്കാമെന്നുള്ള വ്യാജേന. നമ്മുടെ നാട്ടിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മോഡലാകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് അവരുടെ ആഗ്രഹം കൊണ്ടാവാം, അവർക്ക് വരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടിട്ടാവാം, എന്തായാലും മോഡൽസ് ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ സിനിമാ മേഖലയിലായാലും ഈ പറയുന്ന കൂടുതൽ ഫെമിലാരിറ്റി കിട്ടുന്ന മേഖലയിലെല്ലാം കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സാധനം വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ നിനക്കിതിനകത്ത് അവസരം വേണമെങ്കിൽ നീ ധവൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിന് റെഡിയാണ്. ഇതാണ് കാസ്റ്റിംഗ് കൗച്ച്. ഇത് ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ സിന്ധു അല്ലെങ്കിൽ അലീന എന്നിവർ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പെടുന്നത്. ഓൾറെഡി ഒരു പെൺകുട്ടിയെ ഇവർ മോഡലാക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയും ആ കൊണ്ടുപോയതിന് ശേഷം പല ആളുകൾക്ക് ഇവർക്ക് ഡ്രഗ്സ് നൽകി. ഇവർ കുടിക്കുന്ന ആൽക്കഹോളിനകത്ത് അല്ലെങ്കിൽ കുടിക്കുന്ന ജ്യൂസിനകത്തൊക്കെ ഡ്രഗ്സ് കലർത്തി ഇവരെ ബോധരഹിതയാക്കി ഇവരുടെ വസ്ത്രങ്ങൾ അഴിച്ച് ഇവരുടെ നഗ്നമായ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇവരെ ശാരീരികമായി ഉപയോഗിച്ചതിന് ശേഷം ഈ സാധനം കാണിച്ച് ഇത് നിൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും, ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും, അതിന് വേണ്ടെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്നു. ഇതാണ് ഇവർക്കെതിരെയുള്ള അലിഗേഷൻ. അപ്പോൾ ഈ പറയുന്ന ആങ്കറായിട്ടുള്ള അല്ലെങ്കിൽ ഈ അലീന എന്ന് പറയുന്ന ആ പെണ്ണ് നമ്മളെ കാണാൻ സുന്ദരിയെ ഞാൻ അവരുടെ ഇൻസ്റ്റ ID ഇവിടെ കൊടുക്കാം, ചറവറ പോയി ഫോളോ ചെയ്യാനായിട്ടല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് കേൾക്കാം. ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കാണ് വർക്ക് ചെയ്യാനുള്ള ഒരു സുവർണ അവസരം. വാക്ക് ചെയ്യാനുള്ള അവസരമൊക്കെ നടക്കും. ഇവരുടെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. ഈ പെൺകുട്ടികളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ സാമ്പത്ത് വാഗ്ദാനം ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടും അത്രയും പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു അവരുടെ കൺമുന്നിൽ കാണുന്നത് നല്ലൊരു ജീവിതം എൻ്റെ മുമ്പിൽ വരുമെന്നുള്ളതാണ്. അത് കാണിച്ച് കൊതിപ്പിച്ച് ഇവരെ ഇവിടുന്ന് ദുബായിലേക്ക് കടത്തുന്നു. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ, ഇവരെ ദുബായിലേക്ക് കടത്തുന്നു. അവിടെ ചെന്നിട്ടാണ് ഇത്തരത്തിലുള്ള കുത്സിത പ്രവർത്തികൾക്ക് അവർ ഉപയോഗിക്കുന്നത്. റീസെൻ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ കൂട്ടിലെ കോഴിയായിട്ടുള്ള രേണുസുതി, ഈ രേണുവിനെ ഇതേപോലെ തന്നെ ദുബായിൽ പോവുകയും അവിടുന്ന് ഇത്തരത്തിലുള്ള കുറേ അലിഗേഷൻസ് വരികയും ചെയ്തു. പുള്ളിക്കാരി അവിടെ പോകുന്നത് ഇത്തരത്തിലുള്ള വർക്കുകൾക്കാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അന്നേ സമയത്ത് ഒരുപാട് വോയിസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷെഫീന ബീബി എന്ന് പറയുന്ന ചാനലുകളിലൊക്കെ. ആ വോയിസിനകത്ത് പറയുന്നത് ഇവിടെ ഇത് സർവ്വസാധാരണമാണ്, സ്ത്രീകൾ വന്ന് പെട്ടുപോകും, ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ കുറേ വീഡിയോസും ഓഡിയോസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. പല പെൺകുട്ടികളും പോയി പെട്ടുകൊടുക്കുന്നതാണ്. പല പെൺകുട്ടികളും ഇത് അവരുടെ താല്പര്യത്തോടെ സമ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഇനി ഇതിനകത്ത് അലീന എന്ന് പറയുന്ന പെണ്ണിനെ പിടിക്കുന്നത് അവർക്കെതിരെ ഒരു കേസ് വരികയും ആ കേസിൻ്റെ പ്രഥമമായിട്ടാണ് അവരെ പിടിക്കുന്നത്. സിന്ധു എന്ന് പറയുന്ന ആൾ ഇവരുടെ കൂട്ടുകക്ഷിയാണ്. ഇവർ മൊത്തം 5 പേരാണ് ഈ ഒരു സംഭവത്തിനകത്തുള്ളത്. ഈ സിന്ധു എന്ന് പറയുന്നതിൽ അവർ മുംബൈ വഴി കടക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ മുംബൈയിലിട്ടിട്ടാണ് അവരെ പിടിക്കുന്നത്. 3 പേര് കറൻ്റ്ലി അറസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു വലിയ സെക്സ് റാക്കറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് സ്ത്രീകൾക്കിടയിൽ മാത്രമല്ല, അതിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്കേതായാലും ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ ഈ ഇരയായ പെൺകുട്ടികൾ പറഞ്ഞേക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ന്യൂസ് ഒന്ന് കാണാം. പോലീസാണ് ഈ വിഷയത്തിൽ കൊച്ചിയിൽ കേസെടുത്തിട്ടുള്ളത്. അലീന കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. നേരത്തെ സിന്ധു മുംബൈയിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട്.
സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. ഈ മോഡലിംഗ് രംഗത്ത് വലിയ തുകകളും വലിയ അവസരങ്ങളും വാഗ്ദാനം ചെയ്തിട്ടാണ് ഇങ്ങനെ പെൺകുട്ടികളെ കെണിയപ്പെടുത്തുന്നത്. അതിനുശേഷം അവരെ മുംബൈയിലെത്തിക്കുകയും തുടർന്ന് ദുബായിലെത്തിക്കുകയും ചെയ്തു. ഈ പരാതിക്കാരിയെ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ദുബായിലെത്തിയ ശേഷം ഈ കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിക്കുകയും അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ആ വീഡിയോയും ഫോട്ടോസും ഈ ഗൾഫുകൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഒരുപാട് ആളുകളുടെ മുന്നിൽ പെൺകുട്ടി എത്തിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ പരാതി. അതിക്രൂരമായ പീഡനത്തിനാണ് ഈ പെൺകുട്ടി ഇരയായിട്ടുള്ളത് എന്നുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട്. ഇത്തരം അതായത് ഈ റാക്കറ്റിന്റെ പേരിൽ വലിയ സംഘമാണ് പ്രവർത്തിച്ചതെന്നാണ് പോലീസിന്റെ. ഓക്കെ, ഇതിനകത്ത് ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഓൾറെഡി മറ്റ് കേസുകളിൽ കൂടെ പ്രതിയാണ്. മറ്റ് കേസുകൾ എന്ന് പറഞ്ഞാൽ ഇവർ ബാറിൽ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി പ്രായമായ ഒരാളെ അടിച്ചു. ഇതാണ് അവർക്കെതിരെയുള്ള മറ്റൊരു കേസ്. അതായത് വയോധികനെ മർദ്ദിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള മറ്റൊരു കേസ്. സോ ഇവർക്ക് ഓൾറെഡി ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മരട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്, അവരുടെയിലാണ് ഈ കേസ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് അവരുടെ ബേസിക് മോഡ് ഓഫ് ഓപ്പറാണ്ടി. ഇവർ പെൺകുട്ടികളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഓൾറെഡി ഇവരൊരു മോഡലാണല്ലോ. അപ്പം ഞാൻ ഒരു മോഡലാണ്, എനിക്ക് ഇങ്ങനൊരു ലക്ചറി ലൈഫാണ് എനിക്കുള്ളത്, നിനക്കും ലക്ചറി ലൈഫ് കിട്ടും, നിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തീരും, നിൻ്റെ ജീവിതത്തിൽ നീ ഉയർച്ച ഉണ്ടാവും, നീ രക്ഷപ്പെടും, നിനക്ക് ലക്ഷാധിപതിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആൾക്കാരെയും ഇതിലോട്ട് ഇവർ കൺവിൻസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സാധാരണക്കാരനായിട്ടൊരു മനുഷ്യൻ കടത്തിൻ്റെ മേളിൽ കടവുമായിട്ട് ഒരു അവൻ്റെ ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പൈസ കിട്ടും, സംഭവം സേഫാണ്, ഈരിച്ചെവി അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ അതിന് മുതിർന്ന് ഇറങ്ങിത്തിരികുകയും ചെയ്യും. പക്ഷേ അതിനുശേഷമാണ് അവൻ പെട്ടുപോയതിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല ആൾക്കാരും അങ്ങനെ പെട്ടുപോയതുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വിഷയത്തിൽ 3 പരാതികളാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതെന്താണ് ഇവർ ചെയ്തത്, ഇവർ അനുഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നുണ്ട്. അങ്ങനെയാണ് ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോയി ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഫോൺ ഇവർ കൈക്കലാക്കിയത് പ്രകാരം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുവാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവര് എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ വരുന്നതും അതും ഇതെല്ലാം ആയിട്ട് ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ. ഇതാണ് ബേസിക് ആയിട്ട് സംഭവം. നമുക്കിനി മറ്റൊരു വോയിസും കൂടെ കേൾക്കാം. സിമിലർ ആയിട്ടൊരു സാധനം തന്നെയാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കൂടെ വരാം. ഫെബ്രുവരിയിലാണ് കയറുന്നത്. ഇവിടുന്ന് പോയപ്പോ പറഞ്ഞതൊന്നുമല്ല അവിടെ ചെന്നപ്പോ നടന്നത്. ഇത് ശരിക്കും നമ്മളെ ട്രാപ്പ് ചെയ്തതാണ്. അവിടെ ഇതുപോലെ പെട്ടുകിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കള്ളിലും കഞ്ചാവിലും മയക്കുമരുന്നിലൊക്കെ അടിമയാക്കി ഇട്ടവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുട്ടീനെ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അതിന്റെ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവളുടെ കാമുകനും അവിടെ ഈ മയക്കുമരുന്നിന്റെ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട്. നല്ല പെൺകുട്ടി, അവളുടെ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവളുടെ കാമുകൻ അവിടെ ഫോണിൽ പൊടി ലൈൻസ് ഒക്കെ ഇട്ടിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പം അവൾ പുണ്യവതി. ഇവരുടെയൊക്കെ കോൺസെപ്റ്റ് കേൾക്കുമ്പോഴാണ് ഇവരൊരുമിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. വേറൊരു ഫ്രണ്ട് അയച്ചിട്ട് അത് ഇവിടെ ആ ഫ്രണ്ട് ഭർത്താവിന് അയച്ചു കൊടുത്തു. അങ്ങനെ അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം, പക്ഷെ ആരും ഇത് പുറത്തു വിടുന്നില്ല. കൊണ്ടുപോകാന്ന് പറയുന്നത് സിന്ധുവാണ്. സിന്ധുവിനെ ഞാനൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വേക്കൻസി തരാനാണ് അവർ പറഞ്ഞത്. ഇവരാണ് മറ്റൊരു പരാതിക്കാരി. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരാൾ, മറ്റൊരാൾ മോഡലാണോന്ന് പറഞ്ഞ് പോയത്. ഇതിനാണ് 2 പരാതി. 3ാമത്തെ പരാതി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഈ ഒരു സംഘത്തിൻ്റെ പേരിൽ പിന്നിൽ 5 പേരുണ്ട്. ഇതിൽ 3 പേര് അറസ്റ്റ് ആയിട്ടുണ്ട്. 1 അലീന, 2 സിന്ധു, 3ാമത്തെ ആരും ഒരാൾ. ഈ എന്ത് വോയിസ് എടുത്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മള് ശരീരത്തിൽ ആൽക്കഹോളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയിപ്പിച്ചിട്ടുണ്ട്. ഫോണ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുത്തിരുന്നോ ഒന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരം തളർത്തിയിട്ടിട്ടുണ്ട്. ഈ ഓരോ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് പോലും അഴിച്ചു കൊടുക്കാൻ അവിടെ പെൺപിള്ളേരുണ്ടായിരുന്നു. നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പട്ടിയെ തന്നെ ഇവിടെ പിടിക്കാത്ത ഒരു കുട്ടിയുണ്ട്. അവളാണ് ഇതെല്ലാം ചെയ്തിരുന്നതും എടുത്തതും എല്ലാം.
അവിടെ 2 മാസത്തോളം നിന്ന് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിന്ന്. എന്റെ കുടുംബജീവിതം ആകെ നശിപ്പിച്ചു കളഞ്ഞവര്. റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവര്. ഈ മഞ്ജിമ എന്ന് പറയുന്നവള് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു അവളുടെ ഫോണിൽ നിന്ന്. അവിടെ അൽസലാം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് ബർദുബായില്. അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. നമ്മളൊരു ബാറിന്റെ അങ്ങോട്ട് കയറൂലേ, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. 607 നമ്പർ റൂമിലാണ് ഉണ്ടായിരുന്നത്, 6ാമത്തെ ഫ്ലോറിൽ. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ഒരു റൂമാണ്. ആ റൂമിലാണ് ഈ അലീന അടക്കം 8 പേരുണ്ടായിരുന്നത്. ഡ്രിങ്ക്സിന്റെ കുപ്പികള് ഇവര് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് അവിടെ ഡ്രിങ്ക്സും ഡ്രഗ്സ് എല്ലാം എത്തിക്കുന്നത്. ഒരു CID എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മെഹറൂഫ് എന്ന് പറഞ്ഞിട്ട്. അവനാണ് അവിടെ വന്നിട്ട് ഡ്രഗ്സ് ചെയ്യുന്നതും അവർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നതും അവനാണ്, നമ്മളെ യൂസ് ചെയ്യുന്നതും അവനാണ്. ഇതുപോലെ തന്നെ അവിടെ പാക്കറ്റ്സില് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പോലും എന്നെ അവർ വെറുതെ വിട്ടിട്ടില്ല. എന്റെ ബാഗേജില് 3 പാക്കറ്റാണ് 15 ഗ്രാം അടുത്ത് വരുന്ന ഈ വെള്ളപ്പൊടികൾ വെച്ചിരുന്നത്. നമ്മുടെ ട്രോളി ബാഗിന്റെ ഉള്ളിൽ ഒരു സിബ് ഉണ്ടാവൂലേ, അതിന്റെ ഉള്ളിൽ വെച്ചിരുന്നവര്. അതാവുമ്പോ നമ്മൾ അവിടെ നോക്കത്തില്ലല്ലോ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് 3 പാക്കറ്റ് കിട്ടിയിട്ട് അത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു ഞങ്ങള്. ഓക്കെ, ഇവർ നാട്ടിലേക്ക് വരാൻ നേരം, നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, ദുബായിൽ നിന്നും നാട്ടിലേക്ക് വരാൻ നേരം ഇവരുടെ ബാഗിനകത്ത് 3 പാക്കറ്റ് വെള്ളപ്പൊടികൾ ഇട്ടു. ഇത് ഇവർ ബാത്റൂമിലെടുത്തിട്ട് ഫ്ലഷ് ചെയ്തു. സോ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു പ്രമുഖ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവൻ്റെ പേരാണ് മുഹമ്മദ് നൈസിൽ. ഇവൻ ഒരു മോഡലാണ്. ഇവൻ എന്തോ മിസ്റ്റർ ഇന്ത്യയോ ജിമ്മോ എന്തൊക്കെ പുല്ലൊക്കെ ഉണ്ട്. പുള്ളിക്കാരനും സെയിം സാധനം കൊണ്ട് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ദേവിൻ്റെ ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പല പല പെൺകുട്ടികളെ പ്രണയിച്ചതിന് ശേഷം അവർക്ക് ഇതുപോലെ പല കാര്യങ്ങളും ഓഫർ ചെയ്യും. അതിനുശേഷം അവരുടെ നഗ്ന വീഡിയോസും അവരുടെ പ്രൈവറ്റ് പാർട്ടിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഇവൻ കരസ്ഥമാക്കിയതിന് ശേഷം ഇത് പുറത്ത് വിടുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ നിന്ന് പൈസ മേടിക്കുന്ന ഒരു സെറ്റപ്പ്. ഇതൊക്കെ പുള്ളിക്കാരൻ പണം മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. ഇതെല്ലാം ദേവിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവൻ്റെ കുറേ ചുംബന വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നിട്ടുണ്ട്. ക്യൂട്ട് ഇടുക ചെറുക്കാം, ക്യൂട്ട്നെസ് ഇട്ടങ്ങ് മെഴുകുക. ഇത് ആദ്യമായിട്ട് എക്സ്പോസ് ആയത് എൻ്റെ കാസറ്റ് ഹക്കീമിൻ്റെ ചാനലിലൂടെയാണ് ഇത് ആദ്യം എക്സ്പോസ് ആയത്. അന്ന് ഹക്കീം ഇത് എക്സ്പോസ് ചെയ്ത സമയത്ത് ഇവൻ്റെ വൈഫ് തന്നെ വന്നിട്ട് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട് ലവമ്പൂറും പഴിച്ചവനാണ്, അവനെ കൊണ്ടൊരു കഴകത്തും ഇല്ല, അവൻ ഇതുപോലെ കണ്ട മുമ്പിളറൊക്കെ പുറകെ നടക്കുക എന്നുള്ള രീതി പറയുന്നുണ്ട്. ഇവൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് പെൺകുട്ടികളുടെ നഗ്നമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവൻ്റെ കയ്യിലുണ്ട്. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് മുഹമ്മദ് നൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്. ഇതിപ്പോൾ ഇല്ല. ഈ അക്കൗണ്ട് വാനിഷിംഗ് ദ ബ്യൂട്ടി ആയിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ദേവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വോയിസും കാര്യങ്ങളൊക്കെ അവൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഡലാക്കാം, പെട്ടെന്ന് പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അവസ്ഥ മുതലെടുക്കാനായിട്ട് ഒരുപാട് പ്രലോഭനങ്ങളുമായിട്ട് പല എണ്ണം വരും. ആ സാധനം ഇല്ലീഗലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. സോ നിക്കക്കള്ളി ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും പല ആൾക്കാരും ഇങ്ങനത്തെ വള്ളിയിലൊക്കെ പോയി ചാടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഈ ലോകത്തിലിപ്പോൾ നടക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഇതിനകത്തുണ്ട്, പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ഇതിനകത്തുണ്ട്. മോഡലാക്കാം, സമ്പത്ത് തരാം, സമ്പന്നത കൊണ്ട് കുമിഞ്ഞു കൂടി തരാം, ലെവൻ്റെയിൽ കുറേ കാശുണ്ടെങ്കിൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഇപ്പോൾ ഒരു ആണ് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, കാശ് വാരി എറിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, വേറെ ഒരു സാധനമില്ല. അപ്പോൾ എല്ലാം കുടുംബജീവിതം തകർത്ത് താറുമാറാക്കി സന്തോഷമായിട്ട് ജീവിക്കുക. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇട്ടാണ്.